വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇഴർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ നിന്നാണ് തൻ്റെ ശിഷ്യന്മാരെ അയച്ച് വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് അന്വേഷിക്കുന്നത്. സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ജനിക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, സുവിശേഷങ്ങളുടെ ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ വചനം തന്നെ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സുവിശേഷങ്ങളിലൂടെയൊക്കെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നാപക യോഹന്നാൻ ഈശോയെ നോക്കി പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെ ഈശോയെക്കുറിച്ച് പറയുകയും പിന്നീടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ തന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, ഇവൻ തന്നെയാണ് ദൈവം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെയെല്ലാം ഈശോയെ ലോകത്തിന് മുമ്പിൽ അവതരിക്കുകയും ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിയുകയും ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്ന് 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറയുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, ഞങ്ങൾ വേറൊരുവനെ അന്വേഷിക്കണമോ? എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഈ സ്നാപക യോഹന്നാൻ പറയുന്നതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, അത് കാരാഗ്രഹമാണ്. കാരാഗ്രഹത്തിൻ്റെ പ്രത്യേകത എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരു സ്ഥലമാണ്. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വെളിച്ചമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ജീവിതത്തെക്കുറിച്ച് നിരാശ നിറഞ്ഞു കയറുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നിരാശയുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലും വിഷമത്തിൻ്റെ അവസ്ഥയിലും എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്നാപക യോഹന്നാൻ 2 ശിഷ്യന്മാരെ വിളിച്ചു പറയുന്നത്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് അന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, സമാനമായ അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ, ഈ കാരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? നമ്മുടെ ജീവിതത്തിലെ കാരാഗ്രഹം ഈ നിരാശയുടെ രൂപത്തിലല്ലേ? പ്രതിസന്ധി ഘട്ടങ്ങളുടെ രൂപത്തിലല്ലേ? തകർച്ചയുടെ രൂപത്തിലല്ലേ? പ്രശ്നങ്ങളുടെ രൂപത്തിലല്ലേ? ദുരന്തങ്ങളുടെ രൂപത്തിലല്ലേ? അവിടെയും ഈ സ്നാപക യോഹന്നാനെ പോലെ നമ്മളും പറയുകയല്ലേ, എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം, എന്തിന് വിശ്വസിക്കണം, എന്തിന് പള്ളിയിൽ പോകണം, എന്തിന് ഭക്തകാര്യങ്ങൾ അനുഷ്ഠിക്കണം? ഇതുപോലെ കാരാഗ്രഹം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ കാരാഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, നീ തിരിച്ചറിയുക. ഈശോ പറയുക, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് യോഹന്നാനെ അറിയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിരാശയുടെ പടുകുഴിയിൽ ഈശോയെ തിരിച്ചറിയണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഏലിയാ പ്രവാചകനെ കുറിച്ച് കാണുന്നുണ്ട്. കാർമൽ മലയിൽ വെച്ച് ബാലിന്റെ പ്രവാചകന്മാരെ മുട്ടുകുത്തിച്ച പ്രവാചകനാണ്. ബാലിന്റെ പ്രവാചകൻ 400 പേര്, അക്ഷേരാദേവിയുടെ പ്രവാചകന്മാർ 450 പേര്, മൊത്തം 850 പേരുണ്ട്. ഇവരെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചു. അങ്ങനെ മഴയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവർ ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഈ ബാലിന്റെ ദേവന്മാര് ശരീരം മുഴുവൻ മുറിപ്പെടുത്തിയിട്ട് പോലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ബാല് പ്രത്യക്ഷപ്പെട്ടില്ല. ആ സമയത്താണ് തകർന്നു കിടക്കുന്ന ദേവാലയത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ ഏലിയാ പ്രവാചകൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബലിയിൽ സംപ്രീതനാവുകയാണ്. പിന്നീട് അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ 850 പേരെ കൊന്നൊടുക്കി. അത്രമാത്രം തീഷ്ണതയോടുകൂടി നിന്ന വ്യക്തി പിറ്റേ ദിവസം ഈ ആഹാബ് രാജാവിന്റെ ഭാര്യയായ ജസബൽ രാജാവിന്റെ ഒരു ഭീഷണി കേട്ട് ഓടിപ്പോവുകയാണ്.
ജസബൽ പറയുകയാണ്, നാളെ വൈകുന്നേരത്തിന് മുമ്പ് നീ കാണിയല. അങ്ങനെ ഈ ജസബലിന്റെ ഒരു ഭീഷണി മുഴക്കി കഴിഞ്ഞ് കേട്ടപ്പോൾ, ഈ ഭീഷണിയുടെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടുകയാണ്. അദ്ദേഹം ദീർഘദൂരം ഓടി തളർന്ന് കിടന്നുറങ്ങുന്നത് ഒരു വാടാമുൾച്ചെടിയുടെ മുമ്പിലാണ്. അങ്ങനെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ചുട്ടെടുത്ത അപ്പവും വെള്ളവും ദൈവം കൊടുക്കുകയാണ്. പിന്നീട് രണ്ടാമത്തെ ദിവസം കൊടുത്തു. അദ്ദേഹം അതിനുശേഷം ഹോറേബിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലൂടെ എലിയ പ്രവാചകൻ കടന്നുപോയത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തെ സംശയിക്കുകയാണ്. അദ്ദേഹം ഓടിപ്പോവുകയാണ്. പ്രാണരക്ഷാർത്ഥം ഓടി എന്നാണ് വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭിഷേകവും കൃപയുമുള്ള അനുഗ്രഹവുമുള്ള എത്രയോ വ്യക്തികളാണ് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നത്. ഒരു കാലത്ത് വളരെയധികം അഭിഷേകത്തിൽ നിറഞ്ഞ വ്യക്തികൾ, അല്ലെങ്കിൽ വളരെയധികം തീഷ്ണതയുള്ള വ്യക്തികൾ, വിശുദ്ധ കുർബാനയുടെ മുമ്പിലും ജപമാലയുടെ മുമ്പിൽ വളരെയധികം തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുകയും അത് ചൊല്ലുകയും അത് അനുഷ്ഠിക്കുകയും തീഷ്ണത കാണിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അത് ജീവിതത്തിൽ കാരാഗ്രഹം നിറയുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ദൈവത്തിൽ നിന്ന് ഓടുകയാണോ? ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പഴയ വലയെടുത്തുകൊണ്ട് പോവുകയാണ് തിബേരിയാസ് കടൽ തീരത്തേക്ക്. ആ വലയൊക്കെ ഉപേക്ഷിച്ചതാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മീനിന്റെ പെരുപ്പം കണ്ടിട്ട് അന്ന് വല ഉപേക്ഷിച്ച പത്രോസ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ വന്നപ്പോൾ വീണ്ടും തിബേരിയാസ് കടൽ തീരത്തേക്ക് പഴയ മണിയിലേക്ക് പോവുകയാണ്. കാരണം എന്താ? ദൈവത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് വളരെ വലിയ സന്ദേശം നൽകുന്നുണ്ട്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില നിരാശയുടെ പടുകുഴിയിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വലയെടുത്തുകൊണ്ട് പഴയ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ലേ? ജീവിതത്തിൻ്റെ തളർച്ചയിലേക്ക് നമ്മൾ നീങ്ങുന്നില്ലേ? ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നില്ലേ എന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, ആത്മാവിൽ ആരംഭിച്ച് ശരീരത്തിൽ അവസാനിക്കാൻ മാത്രം നിങ്ങൾ ഭോഷന്മാരാണോ? ആത്മാവിൽ ആരംഭിച്ച ജീവിതമാണ്. ആത്മാവിൽ ആരംഭിച്ച് അഭിഷേകത്തോടുകൂടി നിന്ന് എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുത്തി ശരീരത്തിൽ അവസാനിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, ആത്മാവിൽ കൃപയാൽ അഭിഷേകത്താൽ നിറഞ്ഞ നമ്മൾ ശരീരത്തിൽ അവസാനിക്കുകയാണോ? ശരീരത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിന്റെ മുമ്പിലാണോ നമ്മൾ പ്രശ്നങ്ങൾ വെച്ചിരിക്കുന്നത്? അതോ എൻ്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മീതെയാണോ ദൈവമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ദൈവത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുകളിലാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ എല്ലാത്തിനും ഉത്തരവുണ്ട്. ഇനി പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഉത്തരവില്ല. കാരണം നമ്മളെ സഹായിക്കാനായിട്ട് ദൈവമില്ല. ചിന്തിക്കുക, എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രതിസന്ധികളുമാണോ ഈശോയുടെ മുകളിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ മുകളിൽ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രതിസന്ധികളും ഉയർന്നു നിന്നാൽ നിനക്ക് സഹായമില്ല. ഈശോ എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളെയും മുകളിൽ ഉയർന്നു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഈശോയെ പോലെ, നമ്മുടെ ഈശോയെ പോലെ നമ്മളോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ കൂടത്തിൽ നിൽക്കാൻ വേറൊരാളെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഈശോയല്ലാതെ വേറൊരാളെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ നിരാശയുടെ മേഖലകളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ ഈശോ അല്ലാതെ ഒരു വ്യക്തിക്കും കഴിയല. ഈശോയെ പോലെ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റിയല്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കും. വിശ്വസിക്കണം, ജീവിതത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന് എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഈ സാവൂൾ പൗലോസ് ആകുന്നതിന് മുമ്പ് സാവൂൾ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴപ്പെടുകയാണ്.
അതിനുശേഷം സാവൂളിനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അനന്യാസിനെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് സാവൂളിന്റെ മാനസാന്തരത്തിന് വേണ്ടി. അപ്പോൾ അനന്യാസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും നാൾ ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയല്ലേ ഈ സാവൂൾ, അവനെയാണോ നീ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നത്? അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം, എൻ്റെ നാമത്തെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, പിന്നീട് പൗലോസായ സാവൂളിന്റെ ജീവിതം എന്ന് പറയുന്നത് സഹനങ്ങളാണ്. ഈ സഹനങ്ങളിൽ സന്തോഷിക്കുന്നതിന് അല്പം പോലും മടിയില്ലാത്ത വ്യക്തിയായിരുന്നു പൗലോസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ എത്ര നിസ്സാരം. ഇത് പറയാനായിട്ട് എന്താ പ്രചോദനം? അത് ഉള്ളിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും 8-ാം അധ്യായം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും വേർപെടുത്താൻ പറ്റിയല്ല. അത് ഹൃദയത്തിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. സഹനങ്ങളൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച് വലിയ ദീർഘമായ വിവരണമുണ്ട്. എത്രമാത്രം ആ മനുഷ്യൻ സഹനങ്ങളേറ്റു, എന്താണ് ഇതിന് പ്രേരിപ്പിച്ചത്? അത് ആ പ്രേരണ എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈശോ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദനകളൊന്നും വേദനകളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ വേദനകളിലും എല്ലാ സഹനങ്ങളിലും പൗലോസിന് ഉത്തരമുണ്ടായിരുന്നു. കാരണം ഇത് ക്രിസ്തു നൽകുന്നതാ. ഈ വേദനകൾ എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കണം, ഇന്ന് അനുഭവിക്കുന്ന വേദനകളിൽ ഈ പൗലോസിനെ പോലെ എനിക്കും പറയാനായിട്ട് കഴിയുന്നുണ്ടോ? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന്, എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് അനുഭവിക്കുന്ന വേദനകൾ എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ? ആ പദ്ധതിയായിട്ട് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അനേകം രക്തസാക്ഷിത്വം, അനേകം സഹനങ്ങൾ, അനേകം വിശുദ്ധർ ഈ ലോകത്തിൽ ഉണ്ടാവുമായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ശരീരത്തിൽ അഗ്നിയുള്ളവരാവുക, ഹൃദയത്തിൽ അഭിഷേകമുള്ള വ്യക്തിയാവുക. നമ്മുടെ അഭിഷേകത്തെ നശിപ്പിക്കാൻ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ നശിപ്പിക്കാൻ ഈ ലോകത്തിലുള്ള ഒരു സഹനങ്ങളും ഒരു വേദനകളും ഒരു പ്രലോഭനങ്ങളും കാരണമായിട്ട് തീരാൻ പാടില്ല. അതിനപ്പുറത്താണ് ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സഹനമുണ്ട്. ഫ്രാൻസിസ് അസീസിയും സഹോദരന്മാരും വളരെ കോച്ചുന്ന തണുപ്പിൽ ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ദേവാലയത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ആ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ മുഴുവൻ തണുപ്പാണ്. ഈ ശിഷ്യന്മാരെല്ലാം ഈ തണുപ്പ് കൊണ്ട് വളരെയധികം അസ്വസ്ഥരാവുകയാണ്. അവരെല്ലാം ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, കാരണം വളരെ തണുപ്പാണ്. അങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് കിടക്കുകയും വളരെ അസ്വസ്ഥരാവുകയും ചെയ്യുമ്പോൾ ഫ്രാൻസിസ് അസീസി മാത്രം കർത്താവിൻ്റെ അൾത്താരയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹപ്രവർത്തകർ വന്ന് ചോദിച്ചു, ഫ്രാൻസിസേ, ഞങ്ങളെല്ലാവരും ഇത്രമാത്രം തണുപ്പ് കൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുകയും വളരെയധികം സഹനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിനക്ക് കർത്താവിൻ്റെ അൾത്താരയിലേക്ക് നോക്കി ചിരിക്കാനായിട്ട് പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് പറയുന്ന മറുപടി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാന്റെ സാന്നിധ്യം, ഉള്ളിലുള്ള അഗ്നി ഈ പുറത്തുള്ള ഈ തണുപ്പിനേക്കാൾ വലുതായതുകൊണ്ട് ഈ തണുപ്പിനെ അതിജീവിക്കുവാൻ ഉള്ളിലുള്ള ആത്മീയ ശക്തി എന്നെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവർ ഒരുമിച്ച് പോകുമ്പോൾ, മഞ്ഞ് പാളികൾക്കിടയിലൂടെ പോകുമ്പോൾ അദ്ദേഹം മഞ്ഞെടുത്ത് തൻ്റെ ശരീരത്തിലേക്ക് എറിയുകയാണ്. ഒരു ഭയവുമില്ല. ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അസ്വസ്ഥപ്പെടുന്നില്ല. കാരണം എന്താ? ഉള്ളിൽ അഗ്നിയുണ്ട്. ചിന്തിച്ചു നോക്കുക, അഗ്നി വഹിക്കുന്നവരാണോ നമ്മൾ? പരിശുദ്ധാത്മാവാകുന്ന അഗ്നി വഹിക്കുന്നവരാണോ നമ്മൾ? ഈശോയെ വഹിക്കുന്ന വ്യക്തിയാണോ നമ്മൾ? ഈശോ ഹൃദയത്തിലുള്ള വ്യക്തിയാണോ നമ്മൾ? ഈശോ ഹൃദയത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ഈ ലോകത്തിലുള്ള സഹനങ്ങൾക്കും ഈ ലോകത്തിലുള്ള വേദനകൾക്കും ഈ ലോകത്തിലുള്ള പരാജയങ്ങൾക്കും നിങ്ങളെ നശിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. എന്തുകൊണ്ടാണ് പലരും നശിച്ചു പോകുന്നത്?
എന്തുകൊണ്ടാണ് പലരും തകർന്നു പോകുന്നത്? ധ്യാനകേന്ദ്രത്തിലായിരിക്കുമ്പോൾ പലരും വന്ന് പറയാറുണ്ട്, അച്ഛാ, ജീവിക്കുന്നതിന് ഒരു അർത്ഥവും ഇല്ല. പല പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി ഞാൻ തീരുമാനമെടുത്തു, പല പരിശ്രമങ്ങളും നടത്തി, അതൊക്കെ പരാജയപ്പെട്ടു പോയി. ജീവിക്കാൻ ഒരു ആഗ്രഹമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിന് എന്താ അർത്ഥം? പ്രിയപ്പെട്ടവരെ, അർത്ഥം ദൈവത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഈശോയുടെ ഇടപെടലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈശോ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയത്തെ കണ്ടെത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ ഈശോ ജായിറോസിന്റെ പുത്രിയെ ഉയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ, അവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൃത്യൻ വന്ന് പറയുന്നുണ്ട്, നിന്റെ പുത്രി മരിച്ചു, ഇനി എന്തിന് നീ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണം? പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ഈശോ അവിടേക്ക് കടന്നു വരികയാണ്. ആ ബാലികയെ കൈക്ക് പിടിച്ച് ഉയർപ്പിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചെടുത്ത് ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 38-ാമത്തെ 5-ാം അധ്യായത്തില് 38 വർഷത്തോളമായിട്ട് തളർന്നു കിടന്ന, ബെത്സൈദ കുളക്കരയിൽ തളർന്നു കിടന്ന തളർവാദ രോഗി. 38 വർഷം എന്ന് പറയുന്നത് എത്ര ദീർഘമായ കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്ന കാലഘട്ടമാണ്. 38 വർഷത്തോളം കുളത്തിന്റെ കരയിൽ കാത്തിരുന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സമയത്താണ് ദൈവത്തിന്റെ സമയം, ദൈവം ഇടപെടുന്നത്. 38 വർഷമായി ആരിൽ നിന്നും അനുഗ്രഹം കിട്ടാത്തടത്ത് 38-ാമത്തെ വർഷം ഈശോ ഇടപെടുകയാണ്. അവൻ കിടക്കെടുത്തോണ്ട് പോവുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18 വർഷത്തോളമായിട്ടുള്ള കൂനുള്ള സ്ത്രീ, 18 വർഷത്തോളം കൂനുമായിട്ട് വിഷമിച്ച സ്ത്രീ 18-ാമത്തെ വർഷം ഈശോയുടെ വരവിന് അതിന് വേദി ഒരുക്കുകയാണ്. ഈശോ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അത് സൗഖ്യമായിട്ട് തിരികെയാണ്. അതാണ് ദൈവത്തിന്റെ സമയം, അതാണ് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, ജന്മന അന്ധനായ വ്യക്തി, ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ജന്മനാ ഉള്ള അന്ധത പൂർണ്ണമായിട്ട് മാറുകയാണ്. നീ വിശ്വസിക്കണം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ജീവിതത്തിൽ നിരാശ കടന്നുകൂടുമ്പോൾ, നീ കർത്താവിലേക്ക് നോക്കിയാൽ എല്ലാത്തിനും ഉത്തരവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിലെ സഹനങ്ങൾ വലിയ പ്രലോഭനമാണ്. സ്നാപകയോഹന്നാൻ കാരാഗൃഹത്തിൽ കടന്നപ്പോൾ വലിയ നിരാശയിലൂടെ കടന്നുപോയി. സമാനമായ നിരാശ. ഒരു കാര്യത്തിലും രക്ഷയില്ല, ഒരു രീതിയിലും കാര്യങ്ങൾ നടക്കുന്നില്ല, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല, വഴക്ക് മാറുന്നില്ല, തകർച്ച മാറുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, വിജയം നേടുന്നില്ല. ഈ പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പ്രലോഭനങ്ങൾ പിശാചിന്റെ രൂപത്തിൽ നിന്നോട് പറയും, കണ്ടില്ലേ, നീ തോറ്റു, നിനക്ക് പരാജയം സംഭവിച്ചു, നിനക്ക് രക്ഷയില്ല, നിനക്ക് ഇനി അനുഗ്രഹം ഉണ്ടാകത്തില്ല, നീ ഒരിക്കലും ഒരു മേന്മയുള്ള വ്യക്തിയായി തീരുകയില്ല, നിനക്ക് വിശ്വാസം ഉണ്ടാവുകയില്ല, നീ തകർന്നു. അതോടുകൂടി നമ്മുടെ വിശ്വാസം അടിഞ്ഞു പോവുകയാണ്. നീ വിശ്വസിക്കണം, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണിക്കുവാനായിട്ടുള്ളവൻ, നിനക്ക് വേണ്ടി ഇടപെടാൻ ശക്തിയുള്ളവൻ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശക്തിയുള്ളവൻ നിന്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാരെല്ലാം ഒരു കാലഘട്ടത്തിൽ തമ്പുരാനിൽ നിന്ന് ഓടി ഒളിച്ചവരാണ്. ഈശോ പിടിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോൾ അവര് ഓടിപ്പോകുന്നുണ്ട്, ഉടുതുണി പോലും ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെ ഭയചകിതരായ അപ്പസ്തോലന്മാര് എപ്രകാരമാണ് രക്തസാക്ഷിത്വത്തിന് പോലും തയ്യാറാകുന്നത്? അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴാണ്. അതിനു മുമ്പായിട്ട് അവർ ഒരുമിച്ച് കൂടുകയാണ്, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്, അവരുടെ ഭിന്നതകളൊക്കെ മാറുകയാണ്, തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ കൂട്ടായ്മയിൽ ഇടപെടുകയാണ്. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അവരുടെ പഴയ ജീവിതാവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല ഓർമ്മകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ അവർ ക്രിസ്തുവിന് വേണ്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഉത്സുകരായി തീർന്നു. സഭയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പസ്തോലന്മാരിൽ 12 പേരിൽ 11 പേരും രക്തസാക്ഷികളായിട്ടാണ് മരിക്കുന്നത്.
യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായിട്ട് മരിക്കുകയാണ്. വളരെ ക്രൂരമായിട്ടാണ് പലരും മരിക്കപ്പെട്ടത്. എന്താണ് അവരെ പ്രേരിപ്പിച്ചത് രക്തസാക്ഷിത്വത്തിന്? അത് ഈശോയുമായിട്ടുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുമായിട്ട് ഞാൻ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, എൻ്റെ വിശ്വാസം എത്രമാത്രം വലുതാണ്. ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായാൽ സഭയ്ക്ക് നാളെ ഭയപ്പെടേണ്ടതില്ല. വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആദിമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ രക്തസാക്ഷികളുടെ കണക്ക് പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഉത്സുകരായിരുന്നു. ചിന്തിക്കുക, ഈശോയുമായിട്ടുള്ള ബന്ധം എത്രമാത്രം വലുതാണ്. ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ഈശോ ഏറ്റവും വലിയ സമ്പത്താണ് എങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സമ്പത്തിനെക്കുറിച്ച് നമ്മൾ ആകുലരാവുകയില്ല. ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധിയാണ് എങ്കിൽ മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ അസ്വസ്ഥരാവുകയില്ല. ദൈവത്തിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുവാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. സന്തോഷിക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈശോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം ആരും കെടുത്തി കളയുകയില്ല. ഈശോ നിങ്ങളുടെ കൂടെയില്ല എങ്കിൽ ചുറ്റുമുള്ളവർക്കെല്ലാം നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തി കളയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈശോയെ വഹിക്കുന്ന വ്യക്തിയാണോ എന്ന് പരിശോധിക്കുക. ഈശോ ഉള്ളിലുള്ള വ്യക്തിയാണോ എന്ന് പരിശോധിക്കുക. പൗലോസ് പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള ഒന്നിനും യേശുക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാനായിട്ട് പറ്റിയല്ല. ദുരിതങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ തകർച്ചകൾക്കോ ഒന്നിനും ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവുകയില്ല. അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ജീവിക്കുന്നിടത്തോളം കാലം അവൻ്റെ വചനം പറയുന്നവരാവുക, വചനം ജീവിക്കുന്നവരാവുക. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അറിയാം, എവിടെയൊക്കെ ദൈവവചനം വിളമ്പുന്നുണ്ടോ, എവിടെയൊക്കെ ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ടോ, ഈശോയുടെ നാവിൽ നിന്ന് വചനം ഒഴിയപ്പെടുന്നുണ്ടോ, ഈശോയുടെ വചനം ശിഷ്യന്മാർ പറയുന്നുണ്ടോ, അവിടെയൊക്കെ അനേകം ആളുകൾ തിങ്ങിക്കൂടി. കാരണം എന്താ? ഈശോയുടെ വചനം കേൾക്കുവാൻ ആ വചനത്തോട് ദാഹമുണ്ടായിരുന്നു. ആ വചനമാണ് അവരെ ശക്തിപ്പെടുത്തിയത്, ആ വചനമാണ് അവരെ ബലപ്പെടുത്തിയത്, ആ വചനമാണ് പ്രിയപ്പെട്ടവരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഈശോയുടെ വചനം ജീവിക്കുന്നവരാണോ? ഈശോയുടെ വചനം ഇന്ന് എൻ്റെ ഹൃദയത്തിലുണ്ടോ? അപ്പസ്തോലന്മാര് ഈശോയുടെ വചനം പ്രഘോഷിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തരം ഉണ്ടായത്. വചനത്തിൻ്റെ ശക്തിയാൽ നിറയുകയാണ്. എലിയാ പ്രവാചകൻ പറയുന്നുണ്ട്. എലിയാ പ്രവാചകൻ ഹോറബിലെത്തുമ്പോൾ എലിയാ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, എലിയ, നീ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അഗ്നിയാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അഗ്നിയാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയാനുള്ള കാരണം എലിയ പറയുകയാണ്, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ദൈവത്തെക്കുറിച്ച് പറയാൻ. അങ്ങനെ നിരാശപ്പെട്ട് പറയുകയാണ്, ദൈവത്തോടുള്ള വചനത്താൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തോടുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദനയോടുകൂടി പറയുമ്പോൾ ദൈവം ഏലിയായ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഏലിയാ പ്രവാചകന് വലിയ സന്തോഷം കൊടുക്കുകയാണ്, വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ്. കാരണം തമ്പുരാൻ 7000 പേരെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, നീ ഒറ്റയ്ക്ക് തകരുമ്പോൾ ഓർക്കുക, ഒറ്റയ്ക്ക് ഇത് നേരിടുമ്പോൾ ഓർക്കുക, നിനക്ക് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളുക, നിന്നെ സഹായിക്കാൻ ഈശോ അനേകം ആളുകളെ ഒരുക്കിയിട്ടുണ്ട്. നിന്റെ കണ്ണീരൊപ്പാൻ ഈശോ അനേകം ആളുകളെ ഒരുക്കിയിട്ടുണ്ട്. നിന്റെ വിലാപങ്ങൾ ഏറ്റെടുക്കാൻ ഈശോ അനേകം പേരെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈശോയിൽ സന്തോഷിക്കുന്നവരാകാം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയിൽ സന്തോഷിച്ചുകൊണ്ട്, ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞ്, എത്രമാത്രം സ്നേഹത്തോടുകൂടി, എത്രമാത്രം വിശ്വാസത്തോടുകൂടി, എത്രമാത്രം അഭിഷേകത്തോടുകൂടി ഈശോയ്ക്ക് നന്ദി പറയാവോ, ആ അഭിഷേകം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അഭിഷേകം ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് എങ്കിൽ ഈ ലോകത്തിലുള്ള ഒന്നിനും നിങ്ങൾക്കൊരു നഷ്ടമായിട്ട് തീരുകയില്ല. ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതം ക്രിസ്തുവിന് കാഴ്ചയായിട്ട് അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വേദനകൾ നിങ്ങൾക്കൊരു സഹനമായിട്ട് ഭാരമായിട്ട് വരികയില്ല. കാരണം നിങ്ങൾ വഹിക്കുമ്പോൾ, നിങ്ങൾ ഭാരം ചുമക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലാണ്, ഈശോയുടെ കരങ്ങളിലാണെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു ഭാരവും ഭാരമല്ല. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈശോയുടെ സന്നിധിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം.